അടുത്തതായി ഒരു എല്ലാവർക്കും മനസ്സിലാവുന്ന, എല്ലാവരും വളരെയധികം കേട്ട് പരിചിതമായ ഒരു ഇനമാണ് മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം ചൊന്നേ. തമിഴിലാണ് വരികൾ. മനസ്സിലാവില്ല എന്നുള്ളവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കൃഷ്ണൻ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാർ വന്ന് വിളിക്കും, പറയും ഞങ്ങൾ ഗോവർദ്ധനഗിരിയിലേക്ക് പോവാണ്, കാട്ടിലേക്ക് പോവാണ്, അപ്പോൾ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണൻ പറയും വരണം എന്നുണ്ട്, പക്ഷേ അമ്മ അടുക്കളയിലുണ്ട്, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അകത്തേക്ക് പോയി കൃഷ്ണൻ നോക്കുമ്പോൾ അമ്മ വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം സമാധാനവും. മെല്ലെ കതകൊക്കെ തുറന്ന് കൃഷ്ണൻ പുറത്തിറങ്ങി പൈക്കളെയൊക്കെ കൂട്ടി പുറത്തേക്ക് പോകുന്ന സമയത്ത് അമ്മ ചെവിക്ക് പിടിക്കും. അപ്പം അമ്മയുടെ അടുത്ത് സാധാരണ നമ്മുടെ മക്കളൊക്കെ പറയുന്നത് പോലെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ ചോദിക്കുകയാണ്, ഞാനൊന്ന് പോയിക്കോട്ടെ എന്ന്. അപ്പം അമ്മ കുട്ടിയുടെ അടുത്ത് പലതരത്തിൽ വേണ്ട, എന്തുകൊണ്ടാണ് പോണ്ടെന്ന് പറയുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ആദ്യം പറയും നല്ല മധുരമുള്ള പാല് തരാം, കൽക്കണ്ടം തരാം, കൈ നിറയെ വെണ്ണ തരാം, ഈ വെയിലത്ത് മോൻ പോണ്ടെന്ന് പറയും. അപ്പോൾ കുട്ടി പറയും എനിക്ക് പാലും വേണ്ട, കൽക്കണ്ടവും വേണ്ട, ഒന്നും വേണ്ട, എനിക്കൊന്ന് പോയാൽ മതി. പിന്നെ പറയും യമുന നദിയുടെ കരയിൽ ഒത്തിരി കള്ളന്മാരുണ്ട്, ആ കള്ളന്മാരൊക്കെ വന്ന് എൻ്റെ കുഞ്ഞിനെ പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പം കൃഷ്ണൻ എന്ത് പറയും? അമ്മ ഒന്നും പേടിക്കണ്ട, എന്നെക്കാട്ടിലും വലിയ ഏത് കള്ളം വരാനാ, ഇനി അഥവാ ഏതെങ്കിലും കള്ളം വന്നാൽ ഞാൻ നല്ല ഇടി വെച്ച് കൊടുക്കും എന്ന് പറയും. പിന്നെ പറയോ ഗോവർദ്ധനഗിരിയിൽ ഒത്തിരി ഘോരമായിട്ടുള്ള മൃഗങ്ങളുണ്ട്, കടുവയും പുലിയും സിംഹവും കരടിയും. ആ കരടിയൊക്കെ നിന്നെ പിടിച്ച് തിന്ന് വയറ്റിൻ്റെ ഉള്ളിലാക്കിയാലോ, പോണോ എന്ന് ചോദിക്കും. അപ്പം പറയും അങ്ങനൊരു പ്രശ്നമില്ല അമ്മ, കാട്ടിലെ മൃഗങ്ങളൊക്കെ എൻ്റെ ഓടക്കുഴൽ വിളി കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കും, ഞാൻ ആനയുടെയൊക്കെ കൊമ്പിൽ പിടിച്ച് ആടിക്കളിക്കും. ഇനി പാമ്പ് വന്നാലോ, ആ പാമ്പിനെ പിടിച്ച് ഞാൻ കയ്യിലിട്ടിട്ട് നൃത്തമാടും, അമ്മ ഒന്നും പേടിക്കണ്ട, ഞാനൊന്ന് പൊയ്ക്കോട്ടേ ചോദിക്കും. അപ്പം എന്ത് പറയും, ശരി ഇതൊക്കെ ഓക്കെ, പക്ഷെ അച്ഛൻ വന്നിട്ട് കുട്ടി എവിടെയെന്ന്, നന്ദഗോപുരം വന്ന് മകൻ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അപ്പം പറയും കൂട്ടുകാരുടെ കൂടെ ഞാൻ പന്ത് കളിക്കാൻ പോയതാന്ന് പറഞ്ഞാൽ മതി, എന്നെ ഒന്ന് വിടൂ അമ്മ പ്ലീസ്, അമ്മ ഒന്ന് വിളിക്കുമ്പോൾ ഞാൻ ആ സെക്കൻഡ് ഇവിടെ എത്തും. അങ്ങനെ കുട്ടികൾ പറയുന്ന പോലത്തെ എല്ലാ ന്യായങ്ങളും പറഞ്ഞ് അമ്മയുടെ കാല് പിടിച്ച് കരയുമ്പോൾ നമ്മളെല്ലാവരെയും പോലെ അമ്മയ്ക്ക് അലിവ് തോന്നി കുട്ടിയെ കളിക്കാനായിട്ട് കൂട്ടുകാരുടെ ഒത്ത് വിടുന്നു. ഇതാണ് ഇതിവൃത്തം. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഈ ഒരു ഐറ്റം മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്.
பாலும் வேண்டாம், கற்கண்ட சீனி வேண்டாம். காய்ச்சின பாலும் வேண்டாம், கற்கண்ட சீனி வேண்டாம். உல்லாசமாய் மாடு மேய்த்து ஒரு நொடியில் திரும்பிடுவேன். உல்லாசமாய் மாடு மேய்த்து ஒரு நொடியில் திரும்பிடுவேன். போக வேணும் தாயே, தடை சொல்லாத நீ. யமுனா நதி கரையில் எப்பொழுதும் கள்வர் பயம். 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 கள்வர் வந்து உன்னை அடித்தால் கலங்கிடுவாய் கண்மணியே. கள்வர் வந்து உன்னை அடித்தால் கலங்கிடுவாய் கண்மணியே. போக வேணாம் கண்ணே, நீ போக வேணாம் சொன்னேன். கள்வருக்கு கள்வன் உண்டோ, கண்டதுண்டோ சொல்லும் அம்மா. கள்வருக்கு கள்வன் உண்டோ, கண்டதுண்டோ சொல்லும் அம்மா. கள்வர் வந்து என்னை அடித்தால் கண்டம் துண்டம் செய்திடுவேன். கள்வர் வந்து என்னை அடித்தால் கண்டம் துண்டம் செய்திடுவேன். போக வேணும் தாயே, தடை சொல்லாத நீ. கோவர்தனகிரியில் கோரமான மிருகங்கள் உண்டு. கோவர்தனகிரியில் கோரமான மிருகங்கள் உண்டு. கரடி புலியை கண்டால் பயந்திடுவாய் கண்மணியே. 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 போக வேணாம் கண்ணே, நீ போக வேணாம் கண்ணே. காட்டு மிருகங்கள் எல்லாம் என்னை கண்டால் ஓடி வரும். காட்டு மிருகங்கள் எல்லாம் என்னை கண்டால் ஓடி வரும். காட்டு மிருகங்கள் எல்லாம் காட்டு மிருகங்கள் எல்லாம் என்னை கண்டால் ஓடி வரும். கூட்டம் கூட்டமாக வந்தால், கூட்டம் கூட்டமாக வந்தால் வேட்டையாடி தைத்திடுவேன். போக வேணும் தாயே, தடை சொல்லாத நீயே. பாசமுள்ள நந்த கோப பாலன் எங்கே என்று கேட்டால். பாசமுள்ள நந்த கோப பாலன் எங்கே என்று கேட்டால். பாசமுள்ள நந்த கோப பாலன் எங்கே என்று கேட்டால். என்ன பதில் சொல்வேனடா என்னுடைய கண்மணியே. என்ன பதில் சொல்வேனடா என்னுடைய கண்மணியே. போக வேண்டாம் கண்ணே, நீ போக வேணாம் கண்ணே. பாலருடனே